ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. 2025 ആരംഭത്തിൽ വിപണി ചില പ്രധാന വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ജനുവരി 2 തീയതിയിലെ ബൈയിങ് മാറ്റിവെച്ചാൽ FIIs വീണ്ടും തുടർച്ചയായി വിപണിയിൽ വിൽക്കുകയാണ്. ഡോളർ ഇൻഡെക്സ് 108 മുകളിലും US 10-year ബോണ്ട് yield 4.5% മുകളിലും നിൽക്കുന്ന സാഹചര്യത്തിൽ FIIs ഇനിയും വിൽക്കാനാണ് സാധ്യത. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ അസറ്റ് ക്ലാസ് ആണ് US ബോണ്ട്സ് എന്നാണ് സങ്കല്പമല്ല, അത് വസ്തുത കൂടിയാണ്. ഈ സുരക്ഷിത ബോണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ 4.5%, ഇപ്പോൾ 4.67%. അത്രയും റിട്ടേൺ കിട്ടുന്ന സാഹചര്യത്തിൽ FIIs എമർജിംഗ് മാർക്കറ്റ്സിൽ കൂടുതൽ വിൽക്കാനാണ് സാധ്യത. ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എമർജിംഗ് മാർക്കറ്റ്സിലെ ഇൻവെസ്റ്റ്മെന്റിന് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് കൂടിയുണ്ട് എന്ന് ഓർക്കണം. ട്രംപ് പ്രസിഡൻസിയുടെ ജാനുവരി 20 ഇനോഗ്രേഷന് ശേഷം ഡോളർ ഇൻഡെക്സിലും US ബോണ്ട് yieldലും താഴ്ചയുണ്ടാവാൻ ഇടയുണ്ട്. ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത്. അതാണ് പ്രസിഡന്റ് ട്രംപിനും വേണ്ടത്. അതുകൊണ്ട് അതിന് അനുകൂലമായ നടപടികൾ പ്രസിഡന്റ് ട്രംപിൽ നിന്ന് ഉണ്ടാകാം. സോ വാച്ച് ഔട്ട് ഫോർ ദിസ് ഡേറ്റ. ആഭ്യന്തരമായും വിപണി വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇയർ 25 GDP ഗ്രോത്തിൻ്റെ അഡ്വാൻസ്ഡ് എസ്റ്റിമേറ്റ്സ് ഇന്നലെ NSO പബ്ലിഷ് ചെയ്തത് 6.4%. RBIയുടെ അവസാനത്തെ എസ്റ്റിമേറ്റ്സ് 6.6% ഈ 6.4% എന്നുള്ള അഡ്വാൻസ് എസ്റ്റിമേറ്റ്സും ലോകത്തിലെ ഏറ്റവും മികച്ച വളർച്ചാ നിരക്കാണ് എന്നുകൂടി ഓർക്കണം. ഫൈനാൻഷ്യൽ ഇയർ 26 GDP ഗ്രോത്ത് റേറ്റ് 6.6% വർദ്ധിക്കുമെന്നാണ് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ്സ്. GDP ഗ്രോത്തിൽ താഴ്ചയുണ്ടാവാനുള്ള പ്രധാന കാരണം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിൽ പബ്ലിക് കാപ്പെക്സ് സംഭവിച്ച വലിയ താഴ്ചയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് ആണ് പബ്ലിക് കാപ്പെക്സ് കുറയാനുള്ള പ്രധാനമായ കാരണം. പിന്നീട് ഗവൺമെന്റ് കാപ്പെക്സിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇത് FY25 Q3 ആൻഡ് Q4 GDP ഗ്രോത്ത് റേറ്റിൽ പ്രതിഫലിക്കും. ഇത് സൂചിപ്പിക്കുന്ന ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ തന്നെ മാർക്കറ്റ് അതിനോട് പോസിറ്റീവായി പ്രതികരിക്കാനാണ് സാധ്യത. 2024 നിഫ്റ്റി റിട്ടേൺ 8.8% ഇതിലും ഭേദപ്പെട്ട റിട്ടേൺ 2025 പ്രതീക്ഷിക്കാം. എങ്കിലും മോഡറേറ്റ് റിട്ടേൺ പ്രതീക്ഷിച്ചാൽ മതി. ഏകദേശം 10 മുതൽ 12% വരെ. അതായിരിക്കും ഒരു റിയലിസ്റ്റിക് റിട്ടേൺ അസസ്മെന്റ്. ബട്ട് ഓഫ് കോഴ്സ് മാർക്കറ്റ്സ് ക്യാൻ സർപ്രൈസ് ബോത്ത് ഓൺ ദ അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ്. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു മൾട്ടി അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇക്വിറ്റി, ഗോൾഡ് ആൻഡ് ബോണ്ട്സ്, അതായത് ഫിക്സ്ഡ് ഇൻകം അടങ്ങുന്ന ഒരു മൾട്ടി അസറ്റ് സ്ട്രാറ്റജി. എക്സ്പെക്ട് അറൌണ്ട് 8% റിട്ടേൺ ഫ്രം ബോണ്ട്സ്, 10% ഫ്രം ഗോൾഡ് ആൻഡ് 10 to 12% ഫ്രം ഇക്വിറ്റി. ഗ്രോത്ത് സ്ലോ ഡൗണിൻ്റെയും ഏർണിംഗ് സ്ലോ ഡൗണിൻ്റെയും സാഹചര്യത്തിൽ സ്ലോ ഡൗൺ ബാധിക്കാത്ത സെഗ്മെൻറ്റ്സിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഫാർമ, ഹെൽത്ത് കെയർ എന്നീ സെഗ്മെൻറ്റ്സ് ഗ്രോത്ത് സ്ലോ ഡൗൺ ബാധിക്കാത്ത മേഖലയാണ്. സോ ദിസ് ക്യാൻ ബി എ പ്രയോറിറ്റി സെഗ്മെൻറ്റ്. റുപ്പി ഡിപ്രീസിയേഷനും US ഇക്കോണമിയിലെ ഗ്രോത്തും IT മേഖലയ്ക്ക് ഗുണകരമാണ്. സോ ദിസ് ഇസ് എ സേഫ് ഏരിയ. ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു പ്രധാന ട്രെൻഡ്, പല ട്രെൻഡ്സും ഉണ്ട്, അതിലൊരു പ്രധാന ട്രെൻഡ് പ്രീമിയമൈസേഷനാണ്. പ്രീമിയം സെഗ്മെൻറ്റ്, ലക്ഷറി സെഗ്മെൻറ്റ്സ് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിലെ ഹോട്ടൽസ്, ജുവല്ലറി, ഓട്ടോമൊബൈൽസിലെ പ്രീമിയം സെഗ്മെന്റ്സ്, എയർലൈൻ ഇവയെല്ലാം നന്നായി പെർഫോം ചെയ്യും. ഇന്ത്യൻ ഹോട്ടൽസ്, ടൈറ്റൻ, ഐഷർ മോട്ടോഴ്സ്, M&M, മാരുതി, ബജാജ് ഓട്ടോ, ഇൻഡിഗോ തുടങ്ങിയ സ്റ്റോക്സ് ശ്രദ്ധിക്കുക. ഈ സെഗ്മെന്റ്സ് ഹൈലി വാല്യൂഡ് ആണ് എന്നതും പ്രധാനമാണ്. അതുകൊണ്ട് ഒരു ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, good news will be in the price. Bad news also will be in the price. ബാഡ് ന്യൂസ് കൊണ്ട് താഴെ പോയിട്ടുള്ള സ്റ്റോക്സ് ന്യൂസ് മാറുമ്പോൾ, നല്ല ന്യൂസ് ആകുമ്പോൾ മാറുമ്പോൾ തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് പീക്ക് റേറ്റിൽ നിന്ന് നന്നായി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത് നല്ല വാർത്തകളാണ്. It appears that the stock has bottomed out and has the potential to rally. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പ്രസിഡന്റ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം നടപ്പാക്കുന്ന നയങ്ങളും ഇന്ത്യയിൽ യൂണിയൻ ബജറ്റിലെ നിർദ്ദേശങ്ങളും വിപണിയെ ഗണ്യമായി സ്വാധീനിക്കും.